ഇന്ന് രണ്ട് രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമ്മൾ നൽകുന്നത്. എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് രണ്ട് ദശയുണ്ടെന്നർത്ഥം. ഭൗതികവും കൊടുക്കുന്നു, ആത്മീയവും കൊടുക്കുന്നു. ഈ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന് തന്നെ രണ്ട് രീതിയിലുള്ള ദിശയുണ്ട്. ഒന്ന് എല്ലാ വിജ്ഞാനത്തിനും തിയറിയുമുണ്ട്, മറ്റൊന്ന് പ്രാക്ടിക്കലുമുണ്ട്. സാധാരണ രീതിയിൽ മാതാപിതാക്കളൊക്കെ വലിയ കുറ്റം പറയാറുള്ള ഒരു സംഗതിയാണ്. ഞാൻ എന്റെ മകനെ മദ്രസയിൽ വിട്ടിട്ടുണ്ട്, പക്ഷെ അവൻ ഇപ്പോഴും നിസ്കാരമൊന്നും ഇല്ല ഉസ്താദേ. +2 വരെ സമസ്തയുടെ സിലബസിൽ പഠിച്ചതാണ്. അവന് പള്ളിയിലൊന്നും ഇപ്പൊ വരുന്നില്ല. ഇല്ല, ഓതാൻ വിട്ടതാണ്. ഇപ്പൊ വേണ്ട രീതിക്കുള്ള ഒരു ആത്മീയമാകുന്ന ഒരു അറിവൊന്നും ഇല്ലാത്ത കോലത്തിലാണ് അവന്റെ പോക്ക് എന്ന് പലപ്പോഴും ഉലമാക്കളോട്, പണ്ഡിതന്മാരോട് സാധാരണക്കാർ കുറ്റം പറയാറുണ്ട് മക്കളുടെ വിഷയത്തിൽ. അത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. മാതാപിതാക്കൾ തന്നെ വളരെ ശ്രദ്ധ ചെലുത്തേണ്ട ചില ഭാഗങ്ങളുണ്ട്. കാരണം മദ്രസയിൽ നിന്ന് നമ്മൾ അതിന്റെ തിയറി പഠിപ്പിച്ചു കൊടുക്കാൻ, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, നിസ്കാരത്തിന്റെ രൂപം എങ്ങനെ, അതിന്റെ കൈഫിയത്ത് എങ്ങനെ. ചില മദ്രസകളിൽ ചിലപ്പോൾ ഉസ്താദ് നിസ്കരിച്ച് തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്നു, കുട്ടികളെ കൊണ്ട് ശീലിപ്പിക്കും. അങ്ങനെ വേണം. നിസ്കാരത്തിന്റെ രൂപം പാത്രം പറഞ്ഞു കൊടുത്താൽ പോരാ, ചിലപ്പോൾ അവിടെ നിന്ന് റുകൂഅ് എങ്ങനെ, സുജൂദി എങ്ങനെ, സുജൂദിൽ വിരലുകൾ എങ്ങനെ വെക്കണം, കൈവിരലുകൾ എങ്ങനെ വെക്കണം, കാല് എങ്ങനെ ആകണം എന്നെല്ലാം നല്ല രീതിയിൽ പ്രാക്ടിക്കലായി കൂടിയും അവിടുന്ന് തന്നെ ചെയ്യിച്ചു വിടാറുണ്ട്. മദ്രസയിൽ നിന്നതെല്ലാം വ്യക്തമായി പഠിക്കുന്ന കുട്ടി നിസ്കാരത്തിന്റെ രൂപം, നിസ്കാരത്തിൽ റുകൂഅ് എങ്ങനെ, സുജൂദി എങ്ങനെ, അവിടെ ചൊല്ലേണ്ടുന്ന കാര്യങ്ങൾ എങ്ങനെ, നിസ്കാരത്തിന്റെ സുന്നത്തുകൾ ഏതൊക്കെ, അതിന്റെ ഫർളുകൾ ഏതൊക്കെ, വുളൂഇന്റെ ഷർത്തുകൾ ഏതൊക്കെ, നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഏതൊക്കെ, വുളൂഇന്റെ ഫർള് ഏതൊക്കെ, നിസ്കാരത്തിന്റെ ഫുറൂദുകൾ ഏതൊക്കെ, ഇതെല്ലാം നല്ല രീതിയിൽ പഠിച്ച മകൻ വീട്ടിൽ വരുന്നു. സുബഹി നമസ്കരിക്കാത്ത വാപ്പയും ഉമ്മയുമാണ് അവൻ പരിചയപ്പെടുന്നത്. പിന്നെ അങ്ങനെ പ്രാക്ടിക്കലാവും. വീട്ടിലെല്ലാവരും ഉറങ്ങാൻ നല്ല രീതിയിൽ 11-12 മണി വരെ മൊബൈലും മേലൊക്കെ എന്തെങ്കിലുമൊക്കെ നോക്കിയിരിക്കും. ഇല്ലെങ്കിൽ ചിലപ്പോൾ 2 മണി വരെയൊക്കെ നോക്കിയിരിക്കും. പിന്നെ എല്ലാവരും ഒരൊറ്റ ഉറക്ക, നല്ലപോലെ ജമാഅത്തായിട്ട് ഒരുമിച്ച് ഉറങ്ങാൻ. അലാറം അടിക്കുന്നത് ചിലപ്പോൾ 8 മണിക്കാണ്. കാരണം വാപ്പയ്ക്ക് കടയിലേക്ക് പോകേണ്ട സമയം അതാണ്. സുബഹി വീട്ടിൽ പ്രാക്ടിക്കലില്ല. പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ നന്നാകും? സഹോദരങ്ങളെ ചിന്തിക്കണം. ഉസ്താദേ, എന്റെ മകന് ശരിയാകുന്നില്ല, അവൻ വേണ്ട രീതിയിൽ ഞാൻ ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തുന്നില്ല എന്ന് കുറ്റം പറയുന്ന മാതാപിതാക്കൾ അവർ വളരെ ഗൗരവത്തിൽ കാണേണ്ട വിഷയമാണ്. മക്കളുടെ ളുഹർ, മക്കളുടെ അസ്ർ, മക്കളുടെ മഗ്രിബ്, മക്കളുടെ ഇശാ, സുബഹി വേണ്ട. ഇനി മദ്രസയിലേക്ക്, സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ളുഹറും അസ്റും ഒക്കെ പോകുമെങ്കിൽ ബാക്കിയുള്ളത് ജമാഅത്ത് ഒന്ന് കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കാമല്ലോ. പുരുഷന്മാര് മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വാപ്പ എന്തുകൊണ്ട് ശ്രദ്ധ പതിപ്പിക്കുന്നില്ല? അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, നീ നിന്റെ പ്രിയപ്പെട്ടതാകുന്ന മക്കളെ 3 രീതിയിൽ അവരോട് പെരുമാറണേ. 3 തരക്കാരാണ് മക്കൾ. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, 7 വയസ്സ് വരെ നിന്റെ കുട്ടികളോട് നീ കളിതമാശകൾ ഏർപ്പെട്ടുകൊണ്ട് കളിപ്പിച്ചും രസിപ്പിച്ചും അവരോടൊപ്പം തന്നെ നിലകൊള്ളണേ. 7 വയസ്സ് മുതൽക്ക് പിന്നീടുള്ളതാകുന്ന 7 വയസ്സ് വരെ 14 വയസ്സ് വരെ കുട്ടിയെ നീ മര്യാദ പഠിപ്പിച്ചുകൊണ്ട്, അദബ് പഠിപ്പിച്ചുകൊണ്ട് നിലകൊള്ളണേ. അവനെ നിസ്കാരം പഠിപ്പിക്കണേ, നോമ്പിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണേ, അവന് ഇസ്ലാമികമാകുന്ന മര്യാദ കർമ്മങ്ങൾ മക്കളെ പഠിപ്പിക്കണേ. തീർന്നില്ല. 14 വയസ്സ് മുതൽ പിന്നീട് 21 വയസ്സ് വരെ കുട്ടികളോട് നല്ല സുഹൃത്ത് വലയം തീർക്കണം മാതാപിതാക്കൾ. ആര് പറഞ്ഞു? സയ്യിദുനാ അലിയുൻ കറമല്ലാഹു വജ്ഹഹു. ആരാ അലിയാർ തങ്ങൾ? അനമദീനത്തുൽ ഇൽമി വഅലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിൻ്റെതാകുന്ന പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്കുള്ള കവാടമാണ് അലി. സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പം പറയുന്ന വാക്ക് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണെന്ന് അർത്ഥം. അലിയാർ തങ്ങൾ ആള് മോശക്കാരനല്ല.
പറയുന്നത് നല്ലതുപോലെ ശ്രദ്ധിക്കണേ. ലാഇബുഹും സബഅ, കുട്ടികളോട് 7 വയസ്സുവരെ നല്ല രീതിയിൽ കളിച്ചും രസിച്ചും നിലകൊള്ളണം. ഇത് നമുക്കൊക്കെ പറ്റുന്ന ഒരു തെറ്റെന്താ? ചെറിയ കുട്ടികൾ 3 വയസ്സാകുമ്പോഴേ അവനെ ഒരു ദിവസം പരിപൂർണമായി നോമ്പ് പിടിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അങ്ങനെ ഇസ്ലാം പറഞ്ഞിട്ടില്ല. നിർബന്ധിക്കുക. 4 വയസ്സാകുമ്പോൾ ഒരു നോമ്പെങ്കിലും പിടിച്ചിരിക്കണം. എങ്ങനെയെങ്കിലും അവനെ പട്ടിണിക്കിടുക. എന്തിനാ? അത് ജ്യേഷ്ഠന്റെ കുട്ടി 2 ദിവസം നോമ്പ് പിടിച്ചായിരുന്നു കഴിഞ്ഞ റമളാനിൽ. അവരെ തോപ്പിക്കണം. ഇപ്രാവശ്യം എന്റെ കുട്ടി 3 ദിവസം നോമ്പ് പിടിക്കണം. അതിനാരെ ബലിയാടാക്കുക? കുഞ്ഞിനെ ബലിയാടാക്കുക. എന്നാ നീ ആ ജ്യേഷ്ഠനുമായിട്ട് മത്സരിക്കാൻ എന്താ? ജ്യേഷ്ഠൻ റമളാൻ മൊത്തം നോമ്പ് പിടിച്ചു. റമളാൻ കഴിഞ്ഞ് ശവ്വാലിന്റെ നോമ്പ് 6 നോമ്പ് പിടിച്ചായിരുന്നു. നീ അതും കൂടെ ചേർത്ത് പിടിച്ചു. അതില്ല. സ്വന്തമായിട്ട് നോമ്പൊന്നുമില്ല. മക്കളെ ബലിയാടാക്കുക. മക്കളെ മുഖേന എങ്ങനെയെങ്കിലും പ്രസ്റ്റീജ് ഇഷ്യൂ സമൂഹത്തിൽ വലിയ വില ഉണ്ടാക്കിയെടുക്കണം. പിന്നെ തഹരീറിന് വേണ്ടി ഒരു 5 വയസ്സ് മുതൽക്കൊക്കെ തുടങ്ങാം. പക്ഷെ അത് തന്നെ പൂർത്തീകരിക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. പിടിച്ചു ഒരു ഉച്ചവരെയൊക്കെ ആയപ്പോ കുട്ടികൾ നോമ്പ് തുറന്നു. കുട്ടികൾ വിശക്കുന്നു പറയുമ്പോഴത്തേക്ക് ഉടനെ അവരെ ഭക്ഷണം കൊടുക്കാതെ പിടിച്ചു വെച്ച ഇല്ല കുറച്ചും കൂടെ ഉള്ളു അസർ ബാങ്ക് ആവട്ടെ എന്ന് പറഞ്ഞ് അസർ ബാങ്ക് വിളിക്കുമ്പോൾ അങ്ങനെയൊന്നും നിർബന്ധിക്കാൻ പറഞ്ഞിട്ടില്ല. നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഒക്കെ കൽപ്പിക്കാൻ തന്നെ പറഞ്ഞത് 7 വയസ്സാകുമ്പോഴാണ്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നത്. ഒരേ പാകപ്പിഴവുകൾ നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. സമൂഹ മധ്യത്തിലുള്ള വിലയ്ക്ക് വേണ്ടി കുട്ടികളെ ബലിയാടാക്കുന്ന മാതാപിതാക്കൾ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്നംരി ബി ശുഐബ് അൻ നബിഹി അൻ ജദ്ദിഹി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മുറൂ ഔലാദകും ബിസ്സലാ വഹും അബ്നാഉ 7 സിനീൻ. നിങ്ങളുടെ മക്കളെ നിസ്കാരം കൊണ്ട് നിങ്ങൾ കൽപ്പിക്കണേ. 7 വയസ്സ് എത്തുമ്പോൾ തന്നെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഫളിരിബൂഹും അലൈഹാ വഹും അബ്നാഉ 10 വയസ്സെത്തിയിട്ടും നിസ്കരിക്കുന്നില്ല എങ്കിൽ ആ മക്കളെ അടിക്കാം, അനുവദനീയമാണ് എന്നും ഹബീബുനാ റസൂലുള്ളാഹി. അനുവദനീയമാണ്. 10 വയസ്സെത്തിയിട്ടും മകൻ നിസ്കരിക്കാൻ തയ്യാറാകുന്നില്ല. 7 വയസ്സാകുമ്പോഴേ നിസ്കരിക്കാൻ കൽപ്പിക്കണം, നോമ്പ് പിടിക്കാൻ കൽപ്പിക്കണം. റമളാനില് അങ്ങനെ കൽപ്പന കൊടുത്തു. 3 വർഷമുണ്ട്, ഉറപ്പായിട്ടും അവൻ ചിട്ടയാകും. വാപ്പ പള്ളിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോ. അവന്റെ സുന്നത്ത് കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതല്ലേ, സുഖമായിട്ട് കൂട്ടിക്കൊണ്ട് പോകാമല്ലോ. പള്ളിയിൽ വാപ്പയോടൊപ്പം ആൺകുട്ടികൾ പള്ളിയിലേക്ക് പോകട്ടെ, ഉമ്മയോടൊപ്പം പെൺകുട്ടികൾ വീടിന്റെ അകത്തലത്തിൽ തന്നെ നിസ്കാരം ശീലിക്കട്ടെ. പ്രാക്ടിക്കലാകണം. നിസ്കാരത്തിന്റെ എല്ലാ രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ പ്രാക്ടിക്കലിന്റെ ഭാഗം വരേണ്ടത് വീട്ടിലാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾ. വാപ്പയും ഉമ്മയും സുബഹിയുടെ സമയത്ത് ഉണരുന്നില്ല എങ്കിൽ ആ വീട്ടിൽ എങ്ങനെ സുബഹി നിസ്കരിക്കുന്നവരുണ്ടാകും? വാപ്പയും ഉമ്മയും ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സൂറത്തുൽ വാഖിയും യാസീനും ഒക്കെ പാരായണം ചെയ്യുന്നില്ല എങ്കിൽ ആ വീട്ടിൽ എങ്ങനെ ഖുർആൻ പാരായണം ഉണ്ടാകും? ആ വീട്ടിലെങ്ങനെ തഖ്വയുടെ മക്കളുണ്ടാകും? പഠിച്ചു വെക്കണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വഫരിഖു ബൈനഹും ഫിൽ മളാജിഅ. 10 വയസ്സെത്തുമ്പോൾ മക്കളെ നിങ്ങൾ കിടക്കയിൽ നിന്ന് മാറ്റി കടത്തണേ എന്നും ഹബീബുനാ റസൂലുള്ളാഹി. പിന്നെ ഒരു വിരിപ്പിൽ കടത്താൻ പാടില്ല. അവർക്ക് സെപ്പറേറ്റ് പായ കൊടുക്കണം. 10 വയസ്സെത്തുമ്പോൾ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. ചില ഉമ്മമാരുണ്ട് 10 വയസ്സായാലും ആൺകുട്ടിയെ ചേർത്ത് കിടത്തും. പാടില്ല. വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ഹദീസിന്റെ നസ്സാണ് 10 വയസ്സായ കുട്ടിയെ കിടക്കയിൽ തന്നെ മാറ്റി കിടത്താം. കുട്ടികളെ തന്നെ മാറ്റി കിടത്താം, ചേർത്തി കിടത്താൻ പാടില്ല. എത്ര സുന്ദരമായ മതമാണ് വിശുദ്ധ ഇസ്ലാം. ഇതൊക്കെ നമ്മുടെ വീടുകളിൽ പഴയ കാലഘട്ടങ്ങളിൽ കാതിൽ കേട്ട കാര്യങ്ങളാണ്. വീണ്ടും ഇത് പറയുമ്പോൾ ആവർത്തിക്കപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള ചിന്തയാണ് ഇവിടെ വേണ്ടുന്നത്. നമ്മളൊക്കെ 7 വയസ്സായ കുട്ടിയോട് ഈ പറഞ്ഞ രീതിക്ക് കൽപ്പിക്കാറുണ്ടോ? മദ്രസയിൽ പഠിച്ചു, കുട്ടികളോടൊപ്പം ആൺകുട്ടികളോടൊപ്പം പള്ളിയിൽ പോകുന്നു, അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ. അതാണ് വാപ്പ കൈക്ക് പിടിച്ച് പള്ളിയിൽ കൊണ്ടുവരാറുണ്ടോ?
ഉമ്മയോടൊപ്പം പെൺകുട്ടികൾ നിസ്കരിക്കാറുണ്ടോ? അതാണ് എന്റെ ചോദ്യം. അങ്ങനെ ശീലിപ്പിക്കാറുണ്ടോ? ഈ നിസ്കാരവും ഈ ഇബാദത്തും ഒക്കെ കൈമാറി തന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. സ്വഹാബത്ത് മുഖേന നമുക്ക് നൽകിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കാരവും ഈ ഖുർആനും ഒക്കെ പഠിപ്പിച്ചത് ആരാണ്? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമാണ്. ഇതൊക്കെ ഒരു അധ്യാപകനുണ്ട്, വെറുതെ അല്ല. ഖുർആനിൻ്റെതാകുന്ന കോപ്പികൾ മുഴുവനും മോമിനീങ്ങളാകുന്ന നമ്മളിലേക്ക് അല്ലാഹു നൽകുകയായിരുന്നില്ല. മറിച്ച് പരിശുദ്ധ പ്രവാചകർക്കാണത് നൽകിയത്. ആര് മുഖേന? സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുഖേനയാണ് നൽകിയത്. ഖുർആൻ എനിക്ക് എല്ലാ വർഷവും ജിബ്രീൽ അലൈഹിസ്സലാം പരിപൂർണമായി ഒരു ആവർത്തി ഓതിത്തരും. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റമദാൻ ആയാൽ എനിക്ക് 2 പ്രാവശ്യം ആവർത്തിച്ചു തരും. ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ ഓതിത്തരുമായിരുന്നു സയ്യിദുനാ ജിബ്രീൽ എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ, പഠിപ്പിച്ചു കൊടുക്കാൻ. ഇപ്പൊ ഓൺലൈനിൽ നിന്ന് ഓഫ്ലൈനിലേക്ക് മക്കളുടെ വിദ്യാഭ്യാസം പോയി അല്ലേ? അതൊരിക്കലും പൂർണ്ണമായി പോകുകയില്ല. കാരണം ഏറ്റവും കൂടുതൽ അതുകൊണ്ട് ലാഭവും സന്തോഷവും കിട്ടുന്നത് അധ്യാപകർക്ക് തന്നെയാണ്. മറ്റേത് നേരിട്ടുണ്ടാകുമ്പോൾ 40 കുട്ടികളെ അല്ലെങ്കിൽ 30 കുട്ടികളെ 25 കുട്ടികളെ അവരുടെ നേർക്ക് നേരെ നിന്നുകൊണ്ടുള്ള തർബിയത്ത് വലിയ പ്രയാസകരമാണ്, വലിയ ബുദ്ധിമുട്ട്. എല്ലാവരുടെയും ശബ്ദത്തിനപ്പുറം ഉസ്താദ് അല്ലെങ്കിൽ മുഅല്ലിമ് അല്ലെങ്കിൽ ടീച്ചർ, അധ്യാപിക അവർ ശബ്ദം ഉയർത്തണം, നല്ലതുപോലെ സംസാരിക്കണം. ക്ലാസിന്റെ തുടക്കം മുതൽ അവസാനം വരെ കുട്ടികളെ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഓരോ കുട്ടികളെയും നല്ലതുപോലെ ശ്രദ്ധിക്കണം. അതേസമയത്ത് ഓഫ്ലൈൻ ആകുമ്പോൾ ഓൺലൈൻ ആകുമ്പോൾ ഇതൊന്നും വേണ്ട. സൂമിലൂടെയോ മറ്റെന്തെങ്കിലും മാധ്യമത്തിലൂടെയോ ഒക്കെ അവരുടെ വീട്ടുകളിലോ അല്ലെങ്കിൽ അവരുടെ ക്ലാസ് റൂമിലോ ഇരുന്നോട്ട് അവർക്ക് ക്ലാസ് എടുത്താൽ മതി. കുട്ടികൾ പഠിക്കോ പഠിക്കാതിരിക്കോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. പക്ഷെ നേരിട്ടുള്ള പഠനമാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ നേരിട്ട് വന്നുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളത്, പഠിപ്പിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ തന്നെയാണ് നിസ്കാരവും പഠിച്ചിട്ടുള്ളത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, അമ്മനി ജിബ്രീൽ അലൈഹിസ്സലാം ഇൻദൽ ബൈതി മറതൈൻ. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് 2 പ്രാവശ്യം പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് വെച്ചുകൊണ്ട് ഇമാമത്ത് നിർവഹിച്ചു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. നിസ്കാരത്തിന്റെ ശീലം പഠിപ്പിക്കാൻ, എങ്ങനെ നിസ്കരിക്കണം, അതിന്റെ കൈഫിയത്ത് രൂപം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് പഠിച്ചെടുത്തിട്ട് പറഞ്ഞു സ്വഹാബത്തിനോട്, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ നിസ്കരിക്കുന്നത് കണ്ടുകൊണ്ട് എപ്രകാരമാണോ നിസ്കരിക്കുന്നത് അതേപോലെ നിസ്കരിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നബി തങ്ങളെ കണ്ടു, സ്വഹാബത്ത് നിസ്കരിച്ചു. സ്വഹാബത്തിനെ കണ്ടു ശേഷമുള്ള താബിയുകൾ, അവരെ കണ്ട് നിസ്കരിച്ചു. തബഉ താബിയുകൾ, അവരെ കണ്ട് നിസ്കരിച്ചു. അഇമ്മത്തുൽ ഔലിയാക്കൾ, നമ്മുടെ ഉലമാക്കൾ നമ്മളിലേക്ക് നിസ്കാരം കൈമാറി. ആ കൈമാറിയതാകുന്ന നിസ്കാരം മദ്രസകളിൽ നിന്ന് വൃത്തിയായി പഠിപ്പിച്ചു. പക്ഷെ നമ്മുടെ വീടുകളിൽ അതേ രീതിയിൽ എത്തുന്നില്ല എന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പറഞ്ഞാൽ മക്കൾ വീടുകളിൽ പ്രാക്ടിക്കലായി കൊണ്ടുവരുന്നില്ല. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം. നിസ്കാരം വളരെ ഗൗരവത്തിലെടുക്കേണ്ട കാര്യമാണ്. അല്ലാഹു നമ്മുടെ മക്കളെല്ലാം സാലിഹീങ്ങൾ ചേർത്ത് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ഈ കൊടുക്കുന്ന സദഖ നീ ഖബൂലാക്കണേ അല്ലാഹ്. ആഖിബത്ത് നന്നാക്കുന്നതാക്കണേ അല്ലാഹ്. അന്ത്യം നീ വിജയിപ്പിക്കണേ അല്ലാഹ്. കണ്ണീർ വെക്കുന്നവരുടെ കണ്ണീരിനെ തൊട്ട്, അസൂയാലുക്കളുടെ അസൂയ തൊട്ട്, മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. പാരത്രിക ലോകത്ത് അതിലൂടെ നീ വിജയം നീ നസീബാക്കണേ അല്ലാഹ്.
മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. സാലിഹും സാലിഹത്തുമായ സന്താനങ്ങളെ നൽകണേ അല്ലാ. നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ഹാഫിദീങ്ങളിൽ ചേർത്ത് അനുഗ്രഹിക്കണേ അല്ലാ. പാരത്രിക ലോകത്ത് ഞങ്ങൾക്കെല്ലാവർക്കും ഉന്നതമായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാൻ ഈ സദഖയിലൂടെയും മജ്‌ലിസിലൂടെ നിദാനമാക്കണേ അല്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, മക്കൾക്ക് നല്ല നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ നിലകൊള്ളണേ. അവർക്ക് മാന്യമായ രീതിയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നിങ്ങൾ മടിക്കരുതേ. അദബ് പഠിപ്പിക്കേണ്ട സമയത്ത് അദബ് പഠിപ്പിക്കണം. ബഹുമാനപ്പെട്ട ഉമർ ബിൻ സലമത്ത് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കുന്തു ഗുലാമൻ ഫീ ഹിജ്രി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിത്തട്ടിൽ ഞാനൊരു കുട്ടിയായിട്ട് നിലകൊള്ളവേ എന്റെ കൈയായി ഭക്ഷണത്തിന്റെ തളികയിൽ ഓടിക്കളിക്കുന്നതായി വട്ടമിട്ട് കറങ്ങുന്നതായി ഒരാഹാരം തന്നെയാണ്. പക്ഷെ ആഹാരത്തിന്റെ അപ്പുറം ഇപ്പുറമൊക്കെ കൈയിട്ട് ഇങ്ങനെ വാരി കഴിക്കുന്ന ഒരു പ്രകൃതമായി എന്റെ കൈ മാറി. ഞാൻ ചെറിയ കുട്ടിയാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ സലമത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫഖാല ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ എന്നോട് പറഞ്ഞുവത്രേ, യാ ഗുലാം, അല്ലയോ പൊന്നുമോനെ, സമ്മില്ലാ, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് കഴിക്കണേ. വകുൽ ബിയമീനിക, നിന്റെ വലത് കൈ കൊണ്ട് കഴിക്കണേ. വകുൽ മിമ്മാ യലീക, നിന്നെ അടുത്ത് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നീ തുടങ്ങണേ. നിന്നോട് ചേർന്നിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഭക്ഷിച്ച് തുടങ്ങണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ബഹുമാനപ്പെട്ട ഉമർ ബിൻ സലമത്ത് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫകാന ദാലിക തിൽക തഅമതി ബഅദു, അതിനുശേഷം പിന്നീട് അങ്ങോട്ട് എന്റെ മരണം വരെയും ഞാൻ കഴിച്ചത് ബിസ്മി ചൊല്ലിക്കൊണ്ടാണ്, വലത് കൈ കൊണ്ടാണ്. മാത്രമല്ല അടുത്തു നിന്ന് തന്നെയാണ് കഴിച്ചു തുടങ്ങിയിട്ടുള്ളതുമെന്ന് ഉമർ ബിൻ സലമത്ത് റളിയല്ലാഹു അൻഹു. ഇതൊരു ഉപദേശത്തിന്റെ രീതിയും പഠിപ്പിക്കുകയാണ്. അതിലൂടെ ഉപദേശം സിദ്ധിച്ചതാകുന്ന ഒരു കുഞ്ഞിന്റെ ജീവിതവും പഠിപ്പിക്കുകയാണ്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരു മജ്‌ലിസിൽ നിൽക്കാൻ ഒരു കുട്ടി ഇങ്ങനെ അവിടെ വലിച്ചുവാരി തീറ്റി, നീ ഇങ്ങനെ തന്നെയാണോ? എന്റെ വാപ്പായി ഇതുപോലെ തന്നെയായിരുന്നു. അവനെ അവിടെ ഇട്ടങ്ങ് വഷളാക്കും 10 പേരുടെ മുന്നിൽ. ഇത് നബിതങ്ങൾ പറയുന്നത് എത്ര മര്യാദയ്ക്കാണ്. ഒരുപാട് വിഭവങ്ങളുണ്ട്. ഒരു സദസ്സിൽ ചെന്ന് വിവിധങ്ങളാകുന്ന ആഹാരങ്ങൾ അവിടെ ഇവിടെയുണ്ട്. അപ്പൊ എന്തായാലും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൈയിടേണ്ടി വരും. ഇതങ്ങനെയല്ല, ഒരാഹാരം തന്നെയാണ് എങ്കിൽ അതിന്റെ ഒരു സൈഡിൽ നിന്ന് അവനോട് അടുത്ത് നിൽക്കുന്ന ഭാഗത്തു നിന്ന് തുടങ്ങണം. ഭക്ഷണത്തിന്റെ നടുഭാഗത്തേക്ക് ബറക്കത്തിറങ്ങും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സൈഡിൽ നിന്ന് ഇങ്ങനെ പതുക്കെ കഴിച്ച് അങ്ങനെ പോവാ. അതില്ലാതെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എടുത്തപ്പോ നബി പറഞ്ഞു, യാ ഗുലാം, പൊന്നുമോനെ, അങ്ങനെ ചെയ്യാതെ സമ്മില്ല, അല്ലാഹുവിന്റെ നാമം പറഞ്ഞിട്ട് കഴിക്കണം. അതിനോടൊപ്പം ചേർത്ത് 2-3 ഉപദേശം. ബിസ്മില്ലാഹി കഴിക്കുക. ഞാൻ വളരെ സ്നേഹത്തോടു കൂടി ചോദിക്കട്ടെ, വാപ്പയും ഉമ്മയും സഹോദരങ്ങളും ഒക്കെ ചേർന്നിരുന്നു കൊണ്ട് തീന്മേശയിലിരുന്ന് കഴിച്ച കാലം എത്രയായി നമുക്കിടയിൽ? നമ്മളൊക്കെ എന്ത് സുന്നികളാണ്. എന്താണ് നമ്മുടെ ജീവിതത്തിൽ സുന്നത്തമായതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരുമിച്ചിരുന്നിട്ട് ആഹാരം കഴിക്കുന്ന ഒരു പ്രകൃതം നമുക്കുണ്ടോ? ഈ കഴിഞ്ഞ ദിവസമല്ലേ റബീഉൽ ആഖിർ 11 വഫാത്തായ ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ്, അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാകട്ടെ. ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കും, ഒറ്റയ്ക്ക് കഴിക്കൂല. അതാരുടെ ചര്യയാണ്? സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ചരിത്രം നമ്മൾ പഠിക്കണം. 2 പെരുന്നാളിൽ ഒരു പെരുന്നാൾ ആഘോഷിക്കാൻ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ചുറ്റിപ്പറ്റിയാണ് പരിശുദ്ധ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. ഈദുൽ അദ്ഹ, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം
അദ്ദേഹം വീട്ടിൽ ആഹാരം റെഡിയായി കഴിയുമ്പോ ഇറങ്ങി നടക്കും, വലത്തോട്ട് ഇറങ്ങി നടക്കും, മൈലുകളോളം കിലോമീറ്ററുകളോളം നടക്കും. എന്തിനാ നടക്കുന്നത്? ഒരതിഥിയെ കിട്ടാൻ വേണ്ടി, തന്നോടൊപ്പം കഴിക്കാൻ ഒരതിഥിക്ക് വേണ്ടി ബഹുമാനപ്പെട്ടവർ കൊതിക്കുകയാണ്. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ തലമുറ കൂടെ ആരുമില്ല, മക്കളില്ലാത്ത കാലഘട്ടം, ഒരാളും പോലും കൂടെയില്ലാത്ത ഘട്ടം. അതുകൊണ്ട് തന്നെ ഒരാളെ കൂടി കൂട്ടിക്കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ബഹുമാനപ്പെട്ടവർ ആഹാരം കിട്ടുമ്പോ അവിടുന്ന് കാണിക്കുന്ന പ്രകൃതമാണ്. വീടിന്റെ വലത്തോട്ടിറങ്ങി മൈലുകളോടെ നടക്കും, തിരിച്ചു വരും, വീണ്ടും ഇടത്തോട്ട് നടക്കും, മൈലുകളോളം നടക്കും. ഇത് വെറും ഒരു പ്രഹസനമല്ല, മറിച്ച് പരിപൂർണമായ ഈമാനാണ്. ഒരാൾക്കെങ്കിലും ആഹാരം തനിക്ക് കൊടുക്കാൻ സാധിക്കുമോ എന്ന് കരുതിക്കൊണ്ടുള്ള ആഗ്രഹമാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നമുക്ക് ഭാര്യയുണ്ട്, നമുക്ക് മക്കളുണ്ട്, നമുക്ക് കുടുംബമുണ്ട്, എന്നിട്ട് ഒരാളെ പോലും ഒന്ന് ഒരുമിച്ചിരുത്തി കഴിക്കാനുള്ള സന്നദ്ധത മാതാപിതാക്കൾ തയ്യാറാവാത്ത കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ നവതലമുറ മാറിയില്ലയോ? പിന്നെങ്ങനാണ് മുഅ്മിനെ നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞാൽ അനുസരിക്കുന്നവരാകുക? പിന്നെങ്ങനാണ് പ്രിയപ്പെട്ട ഉപ്പ ഉമ്മ നമ്മുടെ മക്കൾ നമ്മൾ പറഞ്ഞ രീതിക്ക് കടന്നു വരിക? എന്റെ മകൻ ഞാൻ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, എന്നെ അവൻ ചീത്ത വിളിക്കുന്നു, എന്നെ അവൻ അടിക്കുന്നു, എന്നെ അവൻ തൊഴിക്കുന്നു എന്ന് മക്കളെ പരാതിപ്പെടുന്ന മാതാപിതാക്കളെ, അതിനു മുമ്പൊന്ന് ചിന്തിക്കണേ. ഈ മക്കളോടുള്ള കടമകൾ നമ്മൾ പൂർത്തീകരിച്ചവരാണോ? അവർക്ക് ദീൻ കൊടുത്തിട്ടുണ്ടോ? കൊടുത്തതനുസരിച്ചിട്ടുള്ള പ്രാക്ടിക്കലായുള്ള ജീവിതം നമ്മുടെ വീടുകളിൽ നടന്നിട്ടുണ്ടോ? ബിസ്മി ചൊല്ലി കഴിക്കണം, ഈ പറഞ്ഞതുപോലെ വലത് കൈ കൊണ്ട് കഴിക്കണം, ഇടത് കൈ കൊണ്ട് കുടിക്കാൻ പാടില്ല, നിന്നുകൊണ്ട് കഴിക്കരുത്, ഒരുമിച്ചിരുന്നു കൊണ്ട് ആഹാരം കഴിക്കണം. ഇതൊക്കെ പഠിച്ചിട്ട് വീട്ടിൽ വരുന്ന മകൻ വീട്ടിൽ നോക്കുമ്പോ വാപ്പായും ഉമ്മായും ഒരുമിച്ചിരുന്ന് കഴിക്കാൻ കിട്ടുന്നില്ല. അങ്ങനെ ശീലിച്ചിട്ടുമില്ല. പാപ്പ ആദ്യം തന്നെ കഴിക്കും, നല്ല ചിക്കൻ പീസ് മുഴുവൻ കഴിക്കും, ഉമ്മാക്ക് അവസാനം ചട്ടിയുടെ ലാസ്റ്റ് എന്തെങ്കിലും അരപ്പ് മാത്രം, ഉമ്മ അതും കൂട്ടി ബിസ്മി ചെല്ലി അല്ലാഹ് നേരെ കഴിച്ചിട്ട് കയറും. ഈ വാപ്പായും ഉമ്മായി കല്യാണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഭയങ്കര ഒരു ചട്ടിക്കകത്ത് പരസ്പരം കൈയിട്ടിട്ട് കുഴച്ചടിക്കലായിരുന്നു. പിന്നെ ദിവസങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞു, 2 കുട്ടികളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പരസ്പരം സമയങ്ങളൊക്കെ മാറ്റം ആവാൻ പാടില്ല. ഭക്ഷണം വിളമ്പും എല്ലാവരും ഒരുമിച്ച്. അങ്ങനെയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഉണ്ട് നമുക്കിടയിലും, ഇല്ല എന്നല്ല. എല്ലാ മക്കളും വന്ന് ഒരുമിച്ചിരുന്നിട്ട് ആഹാരം കഴിക്കുന്ന പ്രകൃതം. എന്നിട്ട് വാപ്പ തന്നെ ബിസ്മില്ല ഉറക്കെ പറയാ. മദ്രസയിൽ നിന്നെല്ലാം പഠിച്ചിട്ട് വന്ന മകൻ വാപ്പയോടൊപ്പം കല്യാണത്തിന് പോയപ്പോൾ വാപ്പ കാണിക്കുന്ന സ്വഭാവമോ, വാപ്പ നിന്നുകൊണ്ട് ഭക്ഷണം വിളമ്പുന്നതാകുന്ന ബൊഫേ സംസ്കാരത്തിന്റെ, പാശ്ചാത്യരുടെ സംസ്കാരത്തിന്റെ അടിമത്വത്തിലേക്ക് വാപ്പ പോയിരിക്കുക. വാപ്പ അവിടെ പോവാൻ, എന്നിട്ട് മകനോട് പറയാ, നിന്ന് കഴിക്കാൻ കേട്ടോ, നമുക്കത് നല്ല രസം, പെട്ടെന്ന് നമുക്ക് അവിടെ പോയിട്ട് ആവശ്യമുള്ളത് വാരിയിട്ട് വാപ്പ തന്നെ പഠിപ്പിക്കാൻ, ഇല്ലെങ്കിൽ മൂത്ത ജ്യേഷ്ഠൻ സഹോദരൻ തന്നെ പഠിപ്പിക്കാൻ. അപ്പൊ ഈ കുട്ടിയെ ജീവിതത്തിൽ എങ്ങനെ പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരും? അവനും അവന്റെ തലമുറയും ഈ മാതാപിതാക്കൾ കാണിച്ചതാകുന്ന മോശപ്പെട്ട സംസ്കാരമല്ലേ അവർ കൈപ്പറ്റുകയുള്ളൂ. ഇതാണ് ഇന്നത്തെ തലമുറയിൽ വന്നിട്ടുള്ള പ്രശ്നം. അപ്പൊ അതുകൊണ്ട് പള്ളിയിൽ പോകുമ്പോഴായിരുന്നാലും വീട്ടിലുള്ള പ്രവർത്തനമായിരുന്നാലും ഒക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം, എങ്കിലേ നമ്മുടെ മക്കൾ നന്നാവുകയുള്ളൂ. ഞാൻ സാന്ദർഭികമായി ഇടയ്ക്കൊന്ന് പറഞ്ഞു വന്ന് മാത്രം. പള്ളിയിലേക്കൊക്കെ പോകുക, ഒളു എടുക്കുക, ഒക്കെ എത്ര പുണ്യമുള്ള കാര്യമാണ്. പാപങ്ങൾ പുറപ്പിക്കാൻ വേണ്ടിയല്ലേ മനുഷ്യ നമ്മൾ ഈ പെടാപ്പാട് പെടുന്നത്, അല്ലേ? നമ്മൾ നിസ്കരിക്കുന്നത്, നോമ്പ് പിടിക്കുന്നത്, ഇബാദത്ത് എടുക്കുന്നത്, സക്കാത്ത് കൊടുക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത് എല്ലാം എന്തിനാണ്? പാപങ്ങൾ പുറപ്പിച്ചെടുക്കാനാ. അതിനുവേണ്ടിയല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, 1-2 ഹദീസ് ഇവിടെ ശ്രദ്ധിച്ചോ. ഹദീസ് ഒളുവെടുത്താൽ പാപം പൊറുക്കും. ഹദീസ് ഇതൊക്കെ വേണ്ട രീതിയിൽ ചെയ്താലുണ്ടല്ലോ എല്ലാം റാഹത്തായിട്ട്, കൂടുതലൊന്നും വേണ്ട. വീട്ടിൽ വെച്ച് ചെയ്യുന്ന പരിപാടിയാണ്. പാപ്പ ചെയ്യുന്നുണ്ട്, ഉമ്മ ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും ചെയ്യുന്നുണ്ട് ഒളു. പക്ഷെ അത് വേണ്ട വിധത്തിലാണോ, മദ്രസയിൽ നിന്ന് പഠിച്ച നിലയ്ക്കാണോ, അത് ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെട്ടു.
قال رسول الله صلى الله عليه وسلم من تولى فأحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت أظفاره. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പെടുത്തുകയാണ്, ആരെങ്കിലും വുളൂ ചെയ്താൽ ഫഅഹ്സനൽ വുളൂഅ, വുളൂ എടുത്തു എന്ന് മാത്രമല്ല അതിന്റെ സുന്നത്തുകളും ഫർളുകളും ശർത്തുകളും പാലിച്ചുകൊണ്ട് പരിപൂർണമായി വൃത്തിയായി വുളൂ ചെയ്താൽ ഖറജത ഖതായാഹു മിൻ ദുനൂബിഹി, അവന്റെ പാപങ്ങൾ അഖിലവും പുറപ്പെടുന്നതാണ്. മുഖം കഴുകുമ്പോൾ മുഖത്ത് നിന്നുള്ള പാപങ്ങൾ, അവന്റെ കണ്ണിലൂടെ അവൻ കണ്ടു തീർത്തതാകുന്ന ചെറുപാപങ്ങൾ, കൈ കഴുകുമ്പോൾ അവന്റെ കൈ കൊണ്ട് പിടിച്ചതാകുന്ന പാപങ്ങൾ, കാല് കഴുകുമ്പോൾ കാലുകൊണ്ട് നടന്ന് നീങ്ങിയതാകുന്ന ഏതെല്ലാം പാതയോരങ്ങളുണ്ടോ, ഏതെല്ലാം ഹറാമിന്റെ മേഖലകളുണ്ടോ, അതെല്ലാം അവന് പൊറുക്കപ്പെട്ടു പോകുമേ. ഖറജത ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖറുജു മിൻ തഹതി അൽഫാരിഹി, എത്രത്തോളം അവന്റെ ശരീരമാസകലമുള്ള അവയവങ്ങളിൽ നിന്ന് പാപമോചനം നേടുന്നു എന്ന് മാത്രമല്ല അവന്റെ കൈകാലുകളിലെ വിരലുകളിൽ നിന്ന് പോലും പാപങ്ങൾ പരിപൂർണമായി പുറത്തു പോകുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അവന്റെ വിരലുകളുടെ തുഞ്ചത്തു നിന്നും പാപങ്ങൾ പുറത്തു പോകും. എന്ത് കാരണം? വുളൂ വൃത്തിയായി എടുത്താൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ലതുപോലെ വുളൂ ചെയ്താൽ തന്നെ പാപം പൊറുക്കും. ഹദീസല്ലേ, വിശ്വസിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ സഹോദരങ്ങളെ കൂലി ഉറപ്പാണ്. നമ്മൾ ഇതുവരെ എടുത്തതാകുന്ന വുളൂഇന്റെ മഹത്വം നമ്മൾ അറിയണ്ടേ? തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തതഹറ മിൻ ബൈതിഹി ഫഖറജ ഇലൽ മുസല്ലാ ليقضي فريضة من فرائض الله كانت خطواته إحداهما تحط خطايا والأخرى ترفع درجته. ഒന്നുകൊടുക്കുന്ന മാത്രം അറിഞ്ഞാൽ പോരാ, വീട്ടിൽ നിന്ന് ഒന്നുകൊടുത്ത് പള്ളിയിലേക്ക് പോകുന്ന പ്രകൃതം മാഷാ അല്ലാഹ് വലിയ കൂലി. പഠിച്ചു വെക്ക്. അപ്പൊ നമ്മളിപ്പോ ഇത് എവിടുന്ന് അങ്ങോട്ട് പോയത്? ഈ വിഷയം ഒന്നുകൊടുക്കാൻ നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞത് എവിടുന്ന് പോയതാ? തഖ്വയുടെ വിഭാഗം വിശദീകരിച്ചെടുത്തിട്ട് രണ്ടാമത്തെ ഭാഗത്തിൽ നിന്ന് പോയതാണ്. ഓർമ്മയുണ്ടോ? തഖ്വ എന്ന് പറഞ്ഞാൽ അദൃശ്യ ലോകത്തെ കൊണ്ട് വിശ്വസിക്കുന്നവനാണ്, അവനാണ് മുത്തഖി. നമസ്കാരം നിലനിർത്തുന്നവനാണ് മുത്തഖി. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ഈ വിശദീകരണത്തിലേക്കൊക്കെ ഒന്ന് ഓടിപ്പോയത്. വേഗം തിരിച്ചു വരാം, ശ്രദ്ധിച്ചോ. രണ്ട് ഹദീസ് ഒന്ന് പറഞ്ഞോട്ടെ. ഇതൊക്കെ ഇന്നത്തെ ഉമ്മത്ത് മനസ്സിലാക്കണം. വുളൂ വീട്ടിൽ നിന്ന് എടുക്കുക. അങ്ങനെ തന്നെ ഹദീസ് വന്നിട്ടുണ്ട്. അല്ല തന്നെ ഇതിനെ പള്ളിയിലെ പള്ളി തന്നെ വുളൂ എടുക്കണം ചിലർക്ക് അങ്ങ് ഭയങ്കര നിർബന്ധ. വീട്ടിൽ ബാത്റൂമിൽ ടോയ്ലറ്റിൽ പോലും പോകൂല. പള്ളി വന്നിട്ട് ചിലർക്ക് അങ്ങനെയുണ്ട്. എന്താ പള്ളി തന്നെ ഇത് വിളിക്കിറങ്ങണം, സാധിക്കണം, അങ്ങനെ വല്ലതും അതിന് പ്രത്യേക കൂലിയുണ്ടോ? ഒന്നുമില്ല. അത് വീട്ടിൽ തന്നെ ചെയ്തിട്ട് വരുന്നതിന് ഏറ്റവും നല്ലത്. കഴിയുമെങ്കിൽ അവിടുന്ന് തന്നെ വുളൂ എടുത്തിട്ട് വരും. ഇത് അത്യാവശ്യക്കാരാകുന്ന യാത്രക്കാർ, ചിലപ്പോൾ നിങ്ങൾ വരുമ്പോൾ വല്ല അസുഖക്കാരൊക്കെ ആണെങ്കിൽ അവന്റെ വുളൂ പോയിട്ടുണ്ടെങ്കിൽ അവർക്കാണ് ഈ പള്ളിയിലുള്ള ഉള്ളം. ഇതിനൊക്കെ ഹിസാബുണ്ട്. അല്ല ചുമ്മാ പള്ളിയിലും കൂടെ ഒന്ന് പൈപ്പ് തുറന്നു വെച്ചിട്ട് റാഹത്തും കഥ പറഞ്ഞിട്ട് പോകാൻ പറ്റൂല. ബൈത്തുൽ മാലാണ് ഇതൊക്കെ. വളരെ ശ്രദ്ധിക്കണം. പൊതുസമ്പത്തല്ലേ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. يسن التسليس كل من مغسول وممسوح ويكره الزيادة عليها وحرام إذا كان مصبلا. ഷാഫി മദ്ഹബിൽ പ്രബലമായിട്ടുള്ള ഒരു ഇബാറത്താണ്.
യുസന്നു തസ്ലീസു കുല്ലും മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ. എല്ലാ തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വെച്ച് ചെയ്യൽ സുന്നത്താണ്. വയുക്റഹു സിയാദതു അലൈഹ, അതിനേക്കാൾ അധികരിപ്പിച്ചുകൊണ്ട് ഒരൊറ്റ പ്രാവശ്യം തന്നെ വെള്ളമെടുക്കൽ, അനാവശ്യമായി എടുക്കൽ, സ്വന്തം പൈസ മുടക്കി മോട്ടോർ വെച്ച് കിണറ്റിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ടാങ്കിലെത്തിച്ച് ആ ടാങ്കിൽ നിന്ന് പൈപ്പ് മുഖേന സ്വന്തം വീട്ടിൽ നിന്ന് വുളു എടുത്താൽ തന്നെ 4ാമത്തെ പ്രാവശ്യമാണ് എങ്കിൽ അത് കറാഹത്താണ്. വഹറാമുൻ ഇദാ കാന മുസബ്ബല, ആ 4ാമത്തെ പ്രാവശ്യം വെള്ളമെടുക്കൽ അത് പൊതുവാണ് എങ്കിൽ, പള്ളിയുടെ ഹൗദിലോ പള്ളിയുടെ പൈപ്പിലോ ആണ് 4ാമത്തെ പ്രാവശ്യം വെള്ളം എടുക്കുന്നത് എങ്കിൽ അത് ഹറാമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതാണ് ശാഫി മദ്ഹബിലെ പ്രബല അഭിപ്രായം. ചിലര് പള്ളി വരികയാണ്, അവിടെ ബാർ സോപ്പ് വെച്ചിട്ടുണ്ട്, ചെരുപ്പ് ഇരിക്കുക പള്ളിയിലെ വെള്ളത്തിൽ നല്ല രസമാണ്. എല്ലാം നല്ലപോലെ കുളിപ്പിക്കും, നരകത്തിലാണെന്നുള്ളൂ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ശ്രദ്ധിക്കണം. ഒതുവെടുക്കുന്ന കാര്യം പറഞ്ഞത് ഇബാദത്തിന്റെ വിഷയത്തിൽ 4ാമത്തെ പ്രാവശ്യം വെള്ളം എടുക്കുന്നതിന്റെ മസലയായി പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കണം. ആവശ്യമില്ലാതെ 4ാമത്തെ പ്രാവശ്യം വെള്ളം എടുക്കൽ ഹറാമാണ് പൊതുസ്വത്തിൽ നിന്ന്. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഒന്നും ഇന്നത്തെ തലമുറ ശ്രദ്ധിക്കുന്നില്ല. ഇഷ്ടംപോലെ വെള്ളമുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ദുർവ്യയം ചെയ്യാം. ഹദീസിലെ സഅദ് റളിയല്ലാഹു അൻഹു ഒളുവെടുക്കുന്നത് കണ്ടുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, മസ്സറഫു യാ സഅദു, സഅദേ എന്ത് ദുർവ്യയമാണ് നീ നടത്തുന്നത്? സഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് തിരിച്ചു ചോദിച്ചു, അഫിൽ വുളൂഇ ഇസ്റാഫുൻ യാ റസൂലല്ലാഹ്, ഒളുവെടുക്കുന്ന വെള്ളത്തിൽ ഇസ്റാഫ് ഉണ്ടോ, ദുർവ്യയമുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, ആരാധനയുടെ കർമ്മത്തിലാണെങ്കിൽ പോലും ഉണ്ട്. നീ ശ്രദ്ധിക്കണം. ഒഴുകുന്നതാകുന്ന നദിയുടെ തീരത്ത് നിന്ന് ഒളുവെടുത്താൽ പോലും കരകവിഞ്ഞൊഴുകുകയാണ്, ഇഷ്ടംപോലെ വെള്ളമുണ്ട്, നദിയുടെ തീരത്താണ് നീ നിലകൊള്ളുന്നത് എങ്കിൽ പോലും ഒളുവെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒളുവെടുക്കുന്നവൻ കൂടുതൽ വെള്ളത്തിൽ കളിക്കുന്നുണ്ട് എങ്കിൽ അവനൊരു പിശാചിന്റെ അടിമയാണെന്നും സയ്യിദുനാ റസൂലുള്ളാഹി. ആ പിശാചിന്റെ പേരാണ് വലഹാൻ. വലഹാൻ എന്ന പിശാചിന്റെ അടിമയാണ്. ചിലർക്ക് ഭയങ്കര വിശ്വാസമാണ്. അപ്പൊ ഹൗദൊന്നും ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട് കൊറോണയൊക്കെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ കൈ രണ്ടും ഇങ്ങനെ നിൽക്കുന്നതാണ് ചിലർ. ഈ ഓളമൊക്കെ ഫുള്ള് നിലച്ചതിന് ശേഷം ഹാജിയാര് കൈ കീറും. ഇമാം അത്തഹിയ്യാത്തിൽ എത്തിയിട്ടുണ്ടാവും, എന്നാലും കുഴപ്പമില്ല, ഇവർക്ക് ഓളം ഒന്ന് നിലയ്ക്കണം. അപ്പൊ പിന്നെ പൈപ്പിലായ വസ്വാസൊക്കെ കുറെ നിന്നിട്ടുണ്ട്. എന്നാലും ചിലർക്കുണ്ട് ഫുള്ള് അവിടെ എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്നുകൊടുക്കും. അല്ലാഹു നമ്മളെ വസ്വാസിൽ നിന്ന് കാത്ത് സംരക്ഷിക്കട്ടെ. വസ്വാസ് വന്നാൽ വലിയ വിഷയമാണ്. അവര് വലഹാൻ എന്ന പിശാചിന്റെ അടിമകളാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ നല്ലതുപോലെ ശ്രദ്ധിക്കണം. ഒളുവെടുക്കുക അതൊക്കെ വളരെ ഗൗരവമായി ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമില്ലാതെ വെള്ളം കളയാൻ പാടില്ല. ഞാൻ പറഞ്ഞു വന്നത് വീട്ടിൽ നിന്ന് ഒളുവെടുക്കുന്നതിനെ കുറിച്ചാണ്. വീട്ടിൽ നിന്ന് ഒളുവെടുത്ത് പുരുഷന്മാർ പള്ളിയിലേക്ക് വരിക വലിയ കൂലിയുള്ള കാര്യമാണ്. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അധികം ശബ്ദത്തിൽ സംസാരിക്കാറ്. ഇങ്ങനെയല്ല വഅദ് സാധാരണ പറയാം. ഇപ്പൊ ഒരു ക്ലാസ് രൂപത്തിലേക്ക് പോവാണ്. ഇൽമ കെട്ടലാണല്ലോ പ്രധാനം. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ തതഹറ മിൻ ബൈതിഹി ഫഖറജ ഇലൽ മുസല്ല. ആരെങ്കിലും വീട്ടിൽ നിന്ന് വുളൂ ചെയ്തു നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് അവൻ പോയി, അല്ലെങ്കിൽ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അവൻ പുറപ്പെട്ടു പോയി. വീട്ടിൽ നിന്ന് ഒളുവെടുത്തു നിസ്കരിക്കാൻ പള്ളിയിലാകട്ടെ, ഈ വീടിന്റെ അകത്തളത്തിൽ നിസ്കാര മുറിയുണ്ടാകും, അവിടേക്കായിക്കോട്ടെ. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കാനതു ഖുതുവാതുഹു ഇഹ്ദാഹുമാ തഹുത്തു ഖതായ.
ആ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതാകുന്ന ഓരോ ചവിട്ടടിയും അവന്റെ പാപമോചനം അല്ലാഹു രേഖപ്പെടുത്തുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. ഒരു ചവിട്ടടി വെക്കുമ്പോൾ പാപമോചനം അല്ലാഹു നൽകുകയാണ്. വൽ ഉഖറാ തർഫഉ ദറജതഹു, അടുത്ത ചവിട്ടടിക്ക് അവന് സ്വർഗ്ഗത്തിലേക്കുള്ള പദവിയും അല്ലാഹു ഉയർത്തുമെന്നും ഹബീബുനാ റസൂലുള്ളാഹി. അപ്പോൾ ഓരോ ചവിട്ടടിക്കും കൂലിയാണ്. ഒരു ചവിട്ടടി വെക്കുമ്പോൾ പാപങ്ങൾ, ചെറുപാപങ്ങൾ ഇല്ലാതാവുന്നു. അടുത്ത ചവിട്ടടി വെക്കുമ്പോൾ സ്വർഗ്ഗത്തിലേക്കുള്ള പദവി ഉയരുന്നു. വീണ്ടും അടുത്തത് വെക്കാൻ. അതുകൊണ്ടാണ് പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്കും നടന്നു വരാൻ തന്നെ പഴയ ആൾക്കാർ ശ്രദ്ധിച്ചിരുന്നു. ഈ ചവിട്ടടിക്ക് അതിനൊക്കെ വലിയ മഹിമയാണ്. ഓരോന്നിനും അങ്ങനെ തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പെരുന്നാൾ നമസ്കാരത്തിന്റെ കാര്യം പറയുമ്പോഴും പറയുമല്ലോ, ഒരു വഴിയിൽ കൂടെ വന്ന് അടുത്ത വഴിയിൽ കൂടെ തിരിച്ചു പോട്ടെ. എന്തിന്? ആ വരുന്ന വഴിയിലൊക്കെ മലക്കുകൾ അവന് വേണ്ടി സാക്ഷിപത്രമാകും, മംഗളം ആശംസിക്കും. അവനത് ആഖിറത്തിൽ ഗുണകരമാകും. ഇന്ന് ആരുണ്ട് പള്ളിയിൽ നടന്നു വരുന്നവർ? എത്ര പേരുണ്ട്? പള്ളിയുടെ ഓരത്ത് തന്നെ ജീവിക്കാൻ തന്നെ താല്പര്യമില്ലാത്ത ആളുകളായി ഇന്നത്തെ തലമുറ മാറിയിട്ടുണ്ട്. ഒരു സ്ഥലം വാങ്ങുമ്പോൾ തൊട്ടടുത്ത് പള്ളി ഉണ്ടെങ്കിൽ മടിയാണ്. കാരണം എന്താ? പള്ളി പോണ്ടി വരും, ഇച്ചിരി മാറ്റി മതി എന്ന് പറയുന്ന സമൂഹമായി. എന്നാൽ ഒരു 10 കൊല്ലം മുമ്പ് വരെ പള്ളിയുടെ അടുത്ത് മതി എന്ന് പറഞ്ഞിരുന്ന ആളുകളായിരുന്നു. നിസ്കരിക്കാൻ പള്ളിയിൽ പോകാമല്ലോ എന്ന് പറഞ്ഞിരുന്ന മക്കളായിരുന്നു. കാലം മാറപ്പെട്ടു. അല്ലാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. നിസ്കരിക്കാൻ മടിയാണ്. കൊറോണ വന്നപ്പോൾ ചില മസലകൾ പഠിച്ചു. കാരണമുണ്ടെങ്കിൽ ജുമുഅ ഉപേക്ഷിച്ചാൽ കുഴപ്പമില്ല, ളുഹർ നിസ്കരിച്ചാൽ മതി എന്ന് മസല കിട്ടിയപ്പോൾ പിന്നെ ളുഹർ തന്നെ ദായിമാക്കി പോകുന്നവരുണ്ട് ഇപ്പോഴും. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ തറക സലാസ ജുമുഅൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി. ആരെങ്കിലും 3 ജുമുഅകൾ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ, കാരണമില്ലാതെ ഉപേക്ഷ വെച്ചാൽ, അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കാപട്യത്തിന്റെ കുഫ്രിയത്തിന്റെ സീൽ വെക്കുമെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. മൻ തറക സലാസ ജുമുഅൻ തബഅ അല്ലാഹു ഫീ ഖൽബിഹി. 3 ജുമുഅ കാരണമായി ഉപേക്ഷിച്ചാൽ അവന്റെ ഹൃദയത്തിൽ കുഫ്രിയത്തിന്റെ സീലാണ്. അല്ലാഹുവേ, ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നമസ്കാരത്തിന് കിട്ടുന്ന നേട്ടം അറിയില്ലേ മുഅ്മിനേ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ്, അറഅയ്തും ലൗ അന്ന നഹറൻ ബിബാബി അഹദികും തഗ്തസിലു ഫീഹി കുല്ല യൗമിൻ 5 മറات ഹൽ ബഖാ മിൻ ദറനിഹി ശൈഉൻ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് ചോദിക്കുകയാണ്, സ്വഹാബ, നിങ്ങളോടൊരു കാര്യം ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരുടെയും വീടിൻ്റെതാകുന്ന മുൻഭാഗത്ത് മനോഹരമാകുന്ന നദി ഒഴുകുകയാണ്. ആ നദിയിൽ 5 നേരവും നിങ്ങൾ ഇറങ്ങി കുളിച്ചാൽ ഹൽ ബഖാ മിൻ ദറനിഹി ശൈഉൻ, ശരീരത്തിൽ വല്ല അഴുക്കും ശേഷിക്കുമോ? സ്വഹാബ ഖാലൂ, സ്വഹാബത്ത് മറുപടി നൽകുകയാണ്, ലാ യബ്ഖാ മിൻ ദറനിഹി ശൈഉൻ യാ റസൂലല്ലാഹ്. വീടിൻ്റെതാകുന്ന ഉമ്മറത്തൂടെ സുന്ദരമായ നദി ഒഴുകി വരുകയും ആ നല്ല ജലത്തിലിറങ്ങി 5 നേരം ശരീരം ശുദ്ധി വരുത്തുകയും ചെയ്യുന്നതാകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശരീരത്തിൽ അഴുക്ക് വരുകയില്ല റസൂലേ, മാലിന്യമുണ്ടാവുകയില്ല റസൂലേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫകദാലിക സ്വലവാത്തുൽ ഖംസ യംഹുല്ലാഹു ബിഹിന്നൽ ഖതായ.
ഇപ്രകാരമാണ് സ്വഹാബ 5 വഖത്ത് നമസ്കാരം ഇപ്രകാരമാണ് സ്വഹാബ ആ നമസ്കാരം ശ്രദ്ധിക്കണേ 5 നേരം നിങ്ങൾ കുളിക്കുന്നത് സമാനമാണ് അഥവാ ശരീരത്തിൽ ഒരു അഴുക്കുമില്ലാത്തതുപോലെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അല്ലാഹു സർവ്വവിധ പാപങ്ങളെയും ഇല്ലാതാക്കുമേ എന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി നമ്മുടെ മക്കൾ നമസ്കാരമുള്ളവരാണോ ചിന്തിക്കണേ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ടതാകുന്ന മക്കളായി എന്റെ മക്കളെ മാറിയെന്ന് പറയുന്നവരെ വിഷമിക്കുന്നതാകുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ രക്ഷിതാക്കളെ മക്കൾക്ക് കൊടുക്കുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ പ്രാക്ടിക്കലായി നിസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല നമ്മുടെയാണ് വീട്ടിലേക്ക് മദ്രസയിൽ നിന്ന് വന്നാൽ മദ്രസയിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്താണ് ഓദിച്ചത് എന്ന് ചോദിച്ചതാകുന്ന മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഇന്ന് എത്ര പേരാണ് പാഠഭാഗങ്ങൾ ചോദിക്കുന്നത് ഇന്ന് എത്ര പേരാണ് മക്കൾ ഓതുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത് അവരെന്താണ് പഠിച്ചത് എന്ന് അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കള് പഠിക്കുന്നത് എന്ന് പോലും അറിയാത്ത മക്കളല്ലേ നമുക്കുള്ളത് എന്തിനേറെ മക്കളുടെ എണ്ണം പോലും അറിയാത്തതാകുന്ന മാതാപിതാക്കൾ നമുക്കിടയിലില്ലയോ മക്കളെ കുറിച്ചൊരു ബോധവുമില്ല എങ്ങനെയെങ്കിലും സൃഷ്ടിച്ചു ഏതെങ്കിലും രീതിയിൽ പഠിപ്പിച്ചു എങ്ങനെയെങ്കിലും ഒടുങ്ങണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിമത്തെ അവരുടെ ഹൃദയത്തിൽ തഖ്വ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് ആ തഖ്വ വേണമെങ്കിൽ ആത്മീയ കലാലയത്തിലേക്ക് പറഞ്ഞു വിടണം അവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് അവിടെയാണ് അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ടല്ലേ ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ നിങ്ങളിൽ ഏറ്റവും അത്യുത്കൃഷ്ടരാകുന്ന ആളുകളാരെന്നറിയുമോ അത് ഡോക്ടർ അല്ല അത് എഞ്ചിനീയർ അല്ല അതൊരിക്കലും വലിയ ഉദ്യോഗസ്ഥനല്ല അത് വലിയ കച്ചവട മുതലാളിയല്ല ലോകത്തെ ഏറ്റവും വലിയ അത്യുത്കൃഷ്ടൻ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുന്നതായ വ്യക്തികളാണ് ലോകത്തെ ഏറ്റവും ഉത്തമരെന്ന് ഹബീബുനാ റസൂലുള്ളാഹി നമ്മുടെ മക്കളെ ദാറു തഖ്വയിലേക്ക് പറഞ്ഞു വിടുമ്പോ ഈ ദാറു തഖ്വയിൽ പഠിക്കുന്നതാകുന്ന മക്കള് അവർ ഖുർആൻ ഓതുമ്പോ അവരെ ഏറ്റവും നല്ല സമുന്നതരായ വ്യക്തികളാണെന്നുള്ളത് തിരിച്ചറിയണേ നമ്മുടെ മക്കൾ പഠിക്കുന്നത് ഭൗതിക കലാലയത്തിലായിരിക്കാം ഭൗതിക കലാലയത്തിൽ എത്ര വലിയ ഉത്തുംഗ സോപാനത്തിൽ വിരാജിച്ചാൽ പോലും ഒരു ഖുർആൻ പഠിച്ച കുട്ടിയോടോ ഒരു ആലിമാകുന്ന ഒരു വ്യക്തിയോടോ തുലനം ചെയ്യാൻ പറ്റൂല ലോകത്തെ ഏറ്റവും അത്യുത്കൃഷ്ടവർ അവർ തന്നെയാണ് എന്തുകൊണ്ടാണ് അവർ രാവും പകലും അല്ലാഹുവിനെ കുറിച്ച് നിലകൊണ്ടവരാണ് റബ്ബിനെ സ്മരിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ചവരാണ് അവർ യഥാർത്ഥ ജീവിതം നയിച്ചവരാ നമസ്കാരം കറക്റ്റായി 5 വഖത്ത് നിർവഹിച്ചവരാ നമ്മൾ 2 കൊല്ലം കൊണ്ട് ഒരു ഹാഫിദ് അല്ലെങ്കിൽ 1 കൊല്ലം കൊണ്ട് ഒരു ഹാഫിദ് അല്ലെങ്കിൽ 10 കൊല്ലം കൊണ്ട് ഒരു ആലിം ഉണ്ടാവുമ്പോൾ അദ്ദേഹം അതിനിടയിൽ ഉണ്ടാകുന്ന നമസ്കാരങ്ങളൊക്കെ ഇമാമും ജമാഅത്തും ശ്രദ്ധിച്ചവരാ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എത്ര ദിവസം ഇമാമും ജമാഅത്തും ശ്രദ്ധിച്ചിട്ടുണ്ട് നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് മൻ ദറക അത്തക്ബീറത്തുൽ ഇഹ്റാം മഅൽ ഇമാമി 40 സ്വലാത്ത 40 യൗമാ
40 ദിവസം തുടർച്ചയായി ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാമിൽ ഒരുമിക്കാൻ സാധ്യതയുള്ളവരെ ഹറമഹുല്ലാഹു അലന്നാർ, നരകത്തിൽ നിന്ന് മോചനമാണ് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.